അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയ്ക്ക് അന്ത്യയാത്ര നൽകാൻ ഒരുങ്ങുക കൂടിയാണ് ഇറാൻ. ഇറാനിലെയും ഇറാഖിലെയും 5 നഗരങ്ങളിലായി ആസൂത്രണം ചെയ്തിരിക്കുന്ന വൻ ചടങ്ങുകൾക്കായി ഖമനയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ടെഹ്റാനിലെത്തിച്ചു. ശനിയാഴ്ച നടക്കുന്ന വിലാപയാത്രയിൽ വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നാണ് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാറിന് പിന്നാലെയാണ് ഇറാൻ ഭരണകൂടം ഖമനയുടെ അന്ത്യോപചാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് US-ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിന്റെ ആദ്യ ദിവസമാണ് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ ലക്ഷ്യം കണ്ടെന്ന് അമേരിക്കയുടെ സ്ഥിരീകരണം വരുന്നു. പിന്നെയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇറാൻ ഈ വാർത്തകൾ സ്ഥിരീകരിച്ചത്. ഖമനേയി കൊല്ലപ്പെട്ടിട്ട് 126 ദിവസം പൂർത്തിയാകുമ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. വലിയ പൊതുസംസ്കാര ചടങ്ങുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകളെ തുടർന്നാണ് സംസ്കാരം ഇത്രയും ദിവസം നീട്ടിവെച്ചത്. ഇസ്രയേൽ US ആക്രമണങ്ങളുടെ ഭീഷണിയും ബഹുജന ഒത്തുചേരലുകളിൽ സംഘർഷ സാധ്യതയുമാണ് തീരുമാനം വൈകാൻ പ്രധാന കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ. ഖമനേയി അന്തരിച്ച് 4 മാസങ്ങൾക്ക് ശേഷമാണ് സംസ്കാരം നടക്കുന്നത് എന്നത് ഇസ്ലാമിക ആചാരപ്രകാരം തികച്ചും അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം താൽക്കാലികമായി ഖബറടക്കിയെന്ന് പലതരത്തിലുള്ള വാർത്തകൾ പരന്നിരുന്നു. മൃതദേഹം മതപരമായ നിയമങ്ങൾക്കനുസൃതമായി ശീതീകരിച്ച അറയിൽ സൂക്ഷിക്കുകയായിരുന്നുവെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഇസ്ലാം മതവിശ്വാസ പ്രകാരം മൃതദേഹത്തിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള എംബാമിംഗ് അനുവദനീയമല്ലാത്തതിനാലാണ് മൃതദേഹം ഇത്രയും ദിവസം ശീതീകരിച്ച് സൂക്ഷിച്ചത്. സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി ഇറാനിലുടനീളം 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിലാപയാത്രയാണ് നടക്കുക. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളിൽ ധാരണയായ ശേഷമാണ് സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കം നടക്കുന്നത്. സംസ്കാര ചടങ്ങുകൾക്കിടയിലേക്ക് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് പരമോന്നത നേതാവിന്റെ സംസ്കാരം ഇത്രയും നാൾ വൈകാൻ കാരണമായത്. മരണത്തിന് ശേഷം ഖമനയുടെ ഒരു ചിത്രമോ മറ്റ് വിവരങ്ങളോ ഒന്നും ഇതുവരെ പുറത്തു വന്നിരുന്നില്ല. ഇറാന്റെ ദേശീയ പതാക പുതപ്പിച്ച ഖമനയുടെ ശവമഞ്ചം ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ഗ്രാൻഡ് മൊസല്ലയിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ ഇറാനിലെ മാധ്യമങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ വൻ ജനക്കൂട്ടവും ചുവന്ന പൂക്കളും വെളുത്ത ശലഭങ്ങളും നിറഞ്ഞ പശ്ചാത്തലത്തിൽ വെച്ചിരിക്കുന്ന ശവമഞ്ചവും മറ്റും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഭൗതിക ശരീരം 3 ദിവസം ഗ്രാൻഡ് മൊസല്ലയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഖമനയുടെ ചിത്രങ്ങളും ഉദ്ധരണികളും അടങ്ങിയ ബാനറുകളാൽ അലങ്കൃതമാണ് ഗ്രാൻഡ് മൊസല്ല. ആക്രമണത്തിൽ ഖമനയ്ക്കൊപ്പം കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ മൃതദേഹങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെ രാജ്യത്തെ ഏറ്റവും വലിയ ഔദ്യോഗിക വിലാപയാത്രയായി ഇത് മാറും എന്നതാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ടെഹ്റാനിലെ ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം ഇറാഖിലെ പുണ്യനഗരങ്ങളായ നജാഫിലേക്കും കർബലയിലേക്കും കൊണ്ടുപോകും. തുടർന്ന് ജൂലൈ 9-ന് വടക്ക് കിഴക്കൻ ഇറാനിലെ അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷാദിലെ ഇമാം റസ തീർത്ഥാടന കേന്ദ്രത്തിൽ ഖബറടക്കും. വലിയ ജനസഞ്ചയത്തെയാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത്. 1989-ൽ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള റഹുല്ല മുസവി ഖുമൈനിയുടെ സംസ്കാര ചടങ്ങിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അന്ന് ചടങ്ങിനിടെ ആൾക്കൂട്ട നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സംഘർഷ സാഹചര്യം രൂപപ്പെട്ടിരുന്നു. ഇത്തവണ അത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇറാൻ ഒരുക്കിയിട്ടുള്ളത്. ഇറാനിലെ പതിവ് സംസ്കാര രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും കാലം ചടങ്ങുകൾ നിർത്തിവെച്ചതും ഇതിനു വേണ്ടിയാണ്. ഇപ്പോഴേ രാഷ്ട്ര നേതാക്കളുടെ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ പ്രതിനിധികൾ ഇതിനോടകം എത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ സയ്യിദ് അത്ത ഹസൈനും വിദേശകാര്യ സഹമന്ത്രി പബിത്ര മഗ്രട്ടിയും ചടങ്ങിൽ പങ്കെടുക്കും. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിട്ടുള്ളത്. ചൈന, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ മറ്റ് അയൽ രാഷ്ട്രങ്ങളും തങ്ങളുടെ പ്രതിനിധികളെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അയക്കുമെന്ന് അറിയിച്ചിരുന്നു. അപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം മുജ്തബ ചടങ്ങിന് എത്തുമോ എന്നതാണ്. ചടങ്ങിൽ ഖമനയുടെ മകനും ഇറാന്റെ നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയി പങ്കെടുക്കുമോ എന്നതാണ് രാജ്യാന്തര സമൂഹം ഉറ്റുനോക്കുന്നത്. പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം മുജ്തബ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പ്രസ്താവനകളിലൂടെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും
അദ്ദേഹത്തിന്റെ അഭാവം ആരോഗ്യനിലയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഫെബ്രുവരി 28 ആക്രമണത്തിൽ മുഷ്തബയ്ക്കും പരിക്കേറ്റതായി ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതോടെ സംസ്കാര ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്ന ചോദ്യം ശക്തമായി. എന്നാൽ സുരക്ഷ കണക്കിലെടുത്ത് നിലവിലെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി ചടങ്ങിൽ എത്തിയേക്കില്ല എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ചിലപ്പോൾ അപ്രതീക്ഷിത നീക്കങ്ങളും പ്രതീക്ഷിക്കാം. ലോകമെമ്പാടുമുള്ള ഷിയ വിശ്വാസികൾക്ക് മേൽ വലിയ സ്വാധീനമുള്ള നേതാവിന്റെ വിയോഗം ഇറാൻ ഭരണകൂടം ഒരു ജനകീയ ഹിതപരിശോധനയായിട്ട് കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകളിലും വിലാപയാത്രകളിലും പങ്കെടുക്കണമെന്നാണ് ഇറാനിലെ നേതാക്കൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇറാനിലെ എല്ലാ ജനങ്ങളോടും നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ ഇസ്ലാമിക് ഇറാന്റെ ചരിത്രത്തിൽ ഒരു മഹത്തായ താളെഴുതാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറഞ്ഞത്. രാഷ്ട്രത്തിന്റെ പ്രതികാരത്തിനായുള്ള വിളി ലോകമെമ്പാടും മുഴങ്ങണമെന്നും ഖാലിബാഫ് ആഹ്വാനം ചെയ്തു. ജനങ്ങളുടെ വലിയ സാന്നിധ്യം ഭീകരതയുടെയും അക്രമത്തിന്റെയും ഭീഷണിയുടെയും യുക്തിക്കുള്ള ശക്തമായ മറുപടിയായിരിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇറാൻ ജനത അവരുടെ സ്വാതന്ത്ര്യവും അന്തസ്സും സംരക്ഷിക്കുന്നതിൽ ഐക്യത്തോടെ നിലകൊള്ളുന്നു എന്ന വ്യക്തമായ സന്ദേശമായിരിക്കും ഇത് ലോകത്തിന് നൽകുകയെന്നും പെഷസ്കിയാൻ പറഞ്ഞു. ജനങ്ങൾ ആ രീതിയിൽ തന്നെ അതിനോട് പ്രതികരിക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. വലിയ നഷ്ടമുണ്ടായെങ്കിലും ഇറാന്റെ ചെറുത്തുനിൽപ്പാണ് യഥാർത്ഥത്തിൽ നമ്മൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ കണ്ടത്. അവിടെ നാളത്തെ വിലാപയാത്ര ലോകത്തിനുള്ള സന്ദേശവും ഇറാന്റെ ഐക്യവും പ്രകടമാക്കുന്നതാക്കാനുമാണ് ഇറാന്റെ നീക്കം. വിലാപയാത്രയുടെ ചിഹ്നം അയത്തുള്ള അലി ഖമനയുടെ അടച്ചുപിടിച്ച മുഷ്ടിയും അതിനൊപ്പം നാം ഉണരണം എന്ന മുദ്രാവാക്യവുമാണ്. ഇറാൻ വിപ്ലവത്തിന്റെ പിതാവായി കണക്കാക്കുന്ന അയത്തുള്ള റുഹുള്ള ഖമനയുടെ വിലാപയാത്രയാണ് ഇതുവരെ നടന്നതിലെ വലിയ ചടങ്ങ്. യുദ്ധത്തിന്റെ പിരിമുറുക്കത്തിലും ഭരണകൂടത്തോടുള്ള വിയോജിപ്പിലും ജനങ്ങൾ എങ്ങനെ ഈ വിലാപയാത്രയോട് പ്രതികരിക്കുന്നു എന്നതിന്റെ പരിശോധന കൂടിയാണ് ഈ ചടങ്ങിലൂടെ നടക്കാൻ പോകുന്നത്.